നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇറാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള 4ാം വിമാനം ഡൽഹിയിൽ. 300ഓളം വിദ്യാർത്ഥികളിൽ ഒരു മലയാളിയും. ആക്രമണം തുടർന്ന് ഇരു രാജ്യങ്ങളും. വധഭീഷണിയെ തുടർന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബങ്കറിൽ. പരമോന്നത നേതൃസ്ഥാനത്തേക്ക് 3 പേരെ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളെ പഴിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന കുട്ടികളുടെ പിടിവാശിയാണ് പ്രശ്നമെന്ന് വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി സംവിധാനം കൊണ്ടുവന്നവർ വരുത്തിയ വീഴ്ചയെന്നും തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നും മന്ത്രി. ഭാരതാംബയിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവനും സർക്കാരും. ഭാരതാംബയെ സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്ന് ഗവർണർ. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകും. ഇറങ്ങിപ്പോയത് ഭരണഘടന സംരക്ഷിക്കാനെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് മന്ത്രിയെ കരിങ്കൊടി കാണിച്ച് ABVP. കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP പ്രതിഷേധം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാൾ നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതെന്ന് PV അൻവർ. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്ന സന്ദേശത്തോടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് ലോകം. ഇന്ത്യയിൽ ദിനാചരണം സംഘടിപ്പിച്ചത് 8 ലക്ഷം കേന്ദ്രങ്ങളിൽ. വിവിധ ലോകരാജ്യങ്ങൾക്കൊപ്പം യോഗാ ദിനം ആചരിച്ച് UN-ഉം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും യോഗാ ദിനം സംഘടിപ്പിച്ചു. യോഗ വ്യായാമമുറ മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങൾക്കുള്ള സമഗ്ര സാധനയെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. ഇറാൻ-ഇസ്രയേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി 4ാമത്തെ വിമാനം കൂടി ഡൽഹിയിലെത്തി. മഷ്കദിൽ നിന്നുള്ള വിമാനത്തിൽ 256 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഭൂരിഭാഗവും കശ്മീരിൽ നിന്നുള്ളവരാണ്. ഒരു മലയാളിയും വിമാനത്തിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 11:30 ഡൽഹിയിലെത്തിയ വിമാനത്തിൽ 290 പേരാണ് തിരിച്ചെത്തിയത്. പുലർച്ചെ 3 മണിയോടെ എത്തിയ വിമാനത്തിൽ 200-ലധികം പേരും ഉണ്ടായിരുന്നു. ഇന്ത്യൻ പതാക കയ്യിലേന്തി ജയ് ഹിന്ദ് മുദ്രാവാക്യം മുഴക്കിയാണ് പലരും പുറത്തേക്കിറങ്ങിയത്. എയർ ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വ്യോമയാന നിയന്ത്രണ ഏജൻസിയായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടു. വിമാന ജീവനക്കാരുടെ ഷെഡ്യൂളുകളുമായി ബന്ധപ്പെട്ട് ഗുരുതരവും ആവർത്തിച്ചുള്ള ലംഘനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥികളെ പഴിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന പിടിവാശി ചിലർക്കുള്ളതാണ് സീറ്റ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഒരു ക്ലാസ്സിൽ 60-65 കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. അതേസമയം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി വീശി. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് തുറന്നു പറയുന്നത്. ഈ പ്രതിസന്ധിക്ക് കാരണം സീറ്റ് ലഭിച്ചിട്ടും ഇഷ്ടവിഷയം തന്നെ പഠിക്കണമെന്ന പിടിവാശിയാണെന്നും മന്ത്രി പറഞ്ഞുവെക്കുന്നു. ഒരു ക്ലാസ്സിൽ 60 മുതൽ 65 വരെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഹയർ സെക്കൻഡറി സംവിധാനം നിലവിൽ വന്നപ്പോൾ ചിലർ ചെയ്തതിന്റെ ഫലമാണ് അതിന്റെ കാരണം. അതിനുത്തരവാദി താനല്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കിന്റെ പ്രകാരം മിച്ചം സീറ്റും കൂടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുമ്പം വീണ്ടും മിച്ചം വരും. പിന്നെ ഇത് വേറൊരു പ്രശ്നമുണ്ട്. അതാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയപ്പെടുന്നത്. മാത്തമെറ്റിക്സ് ആണ് എനിക്ക് ആഗ്രഹം, അത് കിട്ടില്ല, ഞാൻ ചേരില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പം നമുക്ക് ഈ അടുത്ത വർഷം ഞാൻ ഒരു കാര്യം ഇപ്പോഴേ ആലോചിക്കുന്നത്, ഈ വർഷം കഴിഞ്ഞ വർഷത്തെയും അഡ്മിഷൻ്റെ ഒരു പഠനം നടത്തിയ ശേഷം എത്ര സീറ്റ് മിച്ചം വന്നിട്ടുണ്ട്, ഏതെല്ലാം സബ്ജക്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ആ വർഷങ്ങളിൽ ഡിമാൻഡും കൂടെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീഷഫിൾ ചെയ്യാൻ വേണ്ടി പോവുക. അലോട്ട്മെന്റുകൾ പൂർത്തിയായാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഇത്തവണ പരാതികളില്ലാതെ +1 പ്രവേശനം നടത്താൻ സാധിച്ചു. +1 പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും റീ അലോട്ട്മെന്റിൽ അപേക്ഷ നൽകാൻ സാഹചര്യമുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി വീശി. അമൃത ന്യൂസ്, കോഴിക്കോട്.
എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ പിൻവലിക്കാതിരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ജയതിലക് ഇടപെട്ടതിന്റെ രേഖകൾ പുറത്ത്. ശാരദാ മുരളീധരൻ അധ്യക്ഷയായ സമിതിയുടെ തീരുമാനം അട്ടിമറിക്കാൻ ജയതിലക് ചീഫ് സെക്രട്ടറിയായി വന്ന ശേഷം മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചു എന്ന് രേഖകളിൽ വ്യക്തം. തന്റെ സസ്പെൻഷന് പിന്നിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവിടുമെന്ന് എൻ പ്രശാന്ത് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. സസ്പെൻഷൻ നീട്ടാൻ ആരാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചുവെന്നും ഉടൻ പുറത്തുവിടുമെന്നും എൻ പ്രശാന്ത് IAS കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചില രേഖകളും മിനിറ്റ്സുകളും പുറത്തുവിട്ടത്. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിരിക്കെ കഴിഞ്ഞ ഏപ്രിൽ 23-ന് റിവ്യൂ കമ്മിറ്റി ചേർന്ന് എൻ പ്രശാന്തിനെ തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ തൊട്ടുപിന്നാലെ ചീഫ് സെക്രട്ടറിയായി വന്ന ജയതിലക് വീണ്ടും കമ്മിറ്റി ചേർന്ന് തിരിച്ചെടുക്കാനുള്ള തീരുമാനം അട്ടിമറിച്ചു എന്നാണ് എൻ പ്രശാന്ത് ആരോപിക്കുന്നത്. ശാരദാ മുരളീധരൻ, വിശ്വനാഥ് സിൻഹ, KR ജ്യോതിലാൽ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് സസ്പെൻഷൻ ഒഴിവാക്കാൻ ശുപാർശ ചെയ്തത്. എന്നാൽ എൻ പ്രശാന്തിന്റെ വിഷയത്തിൽ ആരോപണ വിധേയൻ ജയതിലക് ആയതിനാൽ റിവ്യൂ കമ്മിറ്റിയിൽ നിന്ന് പുതിയ ചീഫ് സെക്രട്ടറിയെ സർക്കാർ ഒഴിവാക്കുകയും പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പുതിയ അംഗത്തെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നും 2 അംഗ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ശുപാർശ നൽകാൻ വിശ്വനാഥ് സിൻഹയെ ചുമതലപ്പെടുത്തിയതായും കാട്ടി ജയതിലക് മെയ് 3-ന് ഫയൽ നോട്ടിൽ വ്യക്തമാക്കി. തുടർന്ന് സസ്പെൻഷൻ വീണ്ടും 180 ദിവസത്തേക്ക് കൂടി നീട്ടി. റിവ്യൂ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഇല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടാകണമെന്ന ചട്ടം ജയതിലക് അട്ടിമറിച്ചുവെന്നാണ് പ്രശാന്ത് ആരോപിക്കുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ തയ്യാറാക്കിയ നോട്ട് പുതിയ 2 കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകണമെന്നും അതിൽ പറഞ്ഞ പ്രകാരം വേണം കമ്മിറ്റി അംഗങ്ങൾ തീരുമാനമെടുക്കാനെന്നും ജയതിലക് ഫയൽ നോട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു നോട്ടിന്റെ കോപ്പിയോ അത് കൈമാറിയതിന്റെ രേഖയോ ഫയലിൽ കാണാനുമില്ല. ഫയലിൽ പരാമർശിക്കുന്ന നോട്ട് രേഖകളിൽ നിന്ന് പിന്നീട് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും എൻ പ്രശാന്ത് ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ രാജ്ഭവനും സർക്കാരും. ഭാരതാംബയും നിലവിളക്കും തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. വിഷയം സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് സർക്കാരാണെന്ന് ഗവർണർ ആരോപിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇറങ്ങിപ്പോക്കിൽ രാജ്ഭവന് കടുത്ത അതൃപ്തിയുണ്ട്. മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകാൻ രാജ്ഭവൻ നീക്കം നടത്തുന്നു. അതിനിടെ ഔദ്യോഗിക ചടങ്ങുകളിൽ ചിത്രം വയ്ക്കുന്നത് തടയാനുള്ള നിയമസാധ്യത തേടുകയാണ് സർക്കാർ. ഭാരതാംബ വിവാദത്തിനിടയിൽ കാവിക്കൊടിക്ക് പകരം ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രവുമായി BJP RSS ഉപയോഗിക്കുന്ന കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ചർച്ചയായിരിക്കുകയാണ്. സംസ്ഥാന BJPയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ കാവിക്കൊടിക്ക് പകരം ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് പോസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങിന്റെ നോട്ടീസിലും ചിത്രത്തിൽ മാറ്റമുണ്ട്. വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് നേരെ യുവമോർച്ച കരിങ്കൊടി കാണിച്ചതിൽ സംഘർഷം. കോഴിക്കോട് തളി സ്കൂളിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകരെ SFIക്കാർ തടയാനെത്തിയതാണ് സംഘർഷത്തിന് കാരണമായത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവമോർച്ച പ്രവർത്തകനെ SFIക്കാർ മർദ്ദിച്ചതായും പരാതി ഉയർന്നു. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധവുമായി എത്തി. തളി സ്കൂളിന് പുറത്ത് V ശിവൻകുട്ടിയുടെ കോലം BJP പ്രവർത്തകർ കത്തിച്ചു. സംഭവത്തിൽ 7 യുവമോർച്ച പ്രവർത്തകരെയും 7 SFI പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ നിന്നിറങ്ങി വന്നത് ഭരണഘടന സംരക്ഷിക്കാനാണെന്നും വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിൽ മതേതരത്വം പ്രധാനമാണെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മതചിഹ്നങ്ങൾ പാടില്ലാത്ത പരിപാടിയാണ്. ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങൾ വെക്കാനുള്ള സ്ഥലമല്ല ഔദ്യോഗിക വസതികൾ. മഹാത്മാഗാന്ധിയുടെ പടമാണെങ്കിൽ മനസ്സിലാക്കാം. ഒരു വനിതയുടെ പടവും RSSന്റെ കൊടിയും വെച്ചാൽ എങ്ങനെ അംഗീകരിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു. ഗവർണറുടെ ചുമതലകൾ 10ാം ക്ലാസിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. രാജ്ഭവനിൽ എന്ത് വേണമെന്ന് ഗവർണറും, ക്ലിഫ് ഹൗസിൽ എന്ത് വേണമെന്ന് മുഖ്യമന്ത്രിയും, നിയമസഭയിൽ എന്ത് വേണമെന്ന് ജനങ്ങളും തീരുമാനിക്കട്ടെ എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ ഒരേ സമയം പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് മുന്നണികൾ. വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ നടന്ന വോട്ടെടുപ്പിൽ ജനമനസ്സ് കൃത്യമായി നിർവചിക്കാൻ മുന്നണികൾക്കാകുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ നേരിയ വോട്ടിന് നിലമ്പൂർ നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് LDF.
വിവാദങ്ങളും വികസനവുമെല്ലാം ഏറെ ചർച്ചയായ നിലമ്പൂരിൽ ജനമനസ് ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. പ്രചാരണത്തിന്റെ തുടക്കം മുതലുണ്ടായ മേൽക്കൈ വോട്ടെടുപ്പിലും പ്രകടമാണെന്നാണ് UDF വിലയിരുത്തൽ. കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 10,000-ത്തിനു മേൽ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നു. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ കൃത്യമായി UDF-ൽ തന്നെ വീഴ്ത്താനായി എന്നതും കോൺഗ്രസിന്റെ അകത്ത പ്രശ്നങ്ങൾ വോട്ടെടുപ്പിൽ ബാധിച്ചിട്ടില്ലെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ ഇടതുപക്ഷം കോൺഗ്രസിലെ പ്രശ്നങ്ങളിലും അൻവർ പിടിക്കുന്ന വോട്ടിലുമാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. PV അൻവർ കൂടുതലായി പിടിക്കുന്ന ഓരോ വോട്ടും UDF-ന്റെ സാധ്യത ഇല്ലാതാക്കും എന്നാണ് ഇടതു പ്രതീക്ഷ. എന്നാൽ നേരത്തെ 75,000 വോട്ട് നേടി വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച PV അൻവർ UDF ജയിക്കുമെന്ന സൂചനയാണ് അവസാനം പങ്കുവയ്ക്കുന്നത്. പിണറായിസത്തിന്റെ തകർച്ച ആരംഭിക്കുന്ന നിലമ്പൂരിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വോട്ട് ഈ ഘട്ടത്തിൽ CPM-ൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. അവിടെ 2 പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പോൾ ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അതേസമയം NDA മലയോര മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ നേടി ശക്തമായ സാന്നിധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്. അമൃത ന്യൂസ്, മലപ്പുറം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി യോഗ പരിശീലനം. കശ്മീർ മുതൽ കന്യാകുമാരി വരെ 8 ലക്ഷം കേന്ദ്രങ്ങളിലായി കോടിക്കണക്കിന് ആളുകൾ യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. UN ആസ്ഥാനത്തും വിവിധ ലോകരാജ്യങ്ങളിലും യോഗ സമുചിതമായി ആചരിച്ചു. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനുമെന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് 3 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത യോഗാ സംഗമം നടന്നു. മികച്ച രീതിയിൽ വിശാഖപട്ടണത്ത് യോഗാ സംഗമം സംഘടിപ്പിച്ച ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും മന്ത്രി നര ലോകേഷിനെയും അഭിനന്ദിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. യോഗ വെറുമൊരു വ്യായാമമല്ല, അതൊരു ജീവിത രീതിയാണെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷത്തിൽ വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. मी टू वी का ये भाव ही भारत की आत्मा का सार है. जब व्यक्ति अपने हित से ऊपर उठकर समाज की सोचता है, तभी पूरी मानवता का हित होता है. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരാഖണ്ഡ് പോലീസ് ലൈൻ മൈതാനിയിലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉധംപൂരിലെ മിലിറ്ററി സ്റ്റേഷനിൽ സൈനികർക്കൊപ്പവും യോഗാദിന പരിപാടിയിൽ പങ്കെടുത്തു. കർത്തവ്യ പഥിൽ യോഗാ ദിനാചരണത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കുചേർന്നു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, ശോഭാ കരന്തലജെ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും യോഗാ പരിപാടിയിൽ പങ്കുചേർന്നു. യോഗാ സംഗമം പരിപാടിയുടെ ഭാഗമായി ഒരേ സമയം രാജ്യത്തെ 10 ലക്ഷത്തിലധികം സ്ഥലങ്ങളിലാണ് യോഗ സംഘടിപ്പിച്ചിരുന്നത്. ഡൽഹിയിൽ റെഡ് ഫോർട്ട്, കുത്തബ് മിനാർ, കർത്തവ്യ പഥ് തുടങ്ങി 109 സ്ഥലങ്ങളിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. 1-2 മണിക്കൂർ നേരത്തേക്കുള്ള വ്യായാമമുറ മാത്രമല്ല യോഗയെന്നും അത് ധാർമ്മിക മൂല്യങ്ങൾക്ക് കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരി ആശ്രമത്തിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അമ്മ. ലോക ജീവിതത്തിന്റെ വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരുപോലെ സഹായകമാണ് യോഗ. ഏത് ആധ്യാത്മിക മാർഗമായാലും അവയ്ക്കെല്ലാം യോഗ സഹായകമാണ്. ഏത് ദേശത്തായാലും ജാതിമത വ്യത്യാസമില്ലാതെ ഏവർക്കും യോഗ സ്വീകരിക്കാവുന്നതാണ്. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനുഷ്യരാശിക്ക് നൽകിയ ഈ അമൂല്യ സമ്പത്ത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. യോഗയുടെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അന്താരാഷ്ട്ര യോഗാ ദിനം പോലുള്ള പരിപാടികൾ തീർച്ചയായും സഹായിക്കുമെന്നും അമ്മ യോഗാദിന സന്ദേശത്തിൽ പറഞ്ഞു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും മാനസികവും ബുദ്ധിപരമായ കഴിവുകളുടെ വികാസത്തിനും യോഗ ഏറ്റവും നല്ലതാണെന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. ആയുർവേദത്തെ പോലെ യോഗയും പുരാതന ഭാരതത്തിലെ ഋഷിമാരിൽ നിന്നും ലോകത്തിന് ലഭിച്ച അമൂല്യമായ വരദാനമാണ്. ശരീരമനുബുദ്ധികളുടെ ശരിയായ ക്രമീകരണത്തിലൂടെ അനന്തശക്തികളെ ഉണർത്താനും സ്വന്തം പൂർണ്ണതയെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണ് യോഗ. ലോകജീവിതത്തിൽ നമ്മുടെ കാര്യക്ഷമതയും ആരോഗ്യവും മനസ്സിൻ്റെ പ്രസന്നതയും വളർത്താൻ യോഗ പ്രയോജനപ്പെടുന്നു. ജീവിതശൈലി രോഗങ്ങളും മാനസിക രോഗങ്ങളും ഏറിവരുന്ന ഈ കാലത്ത് യോഗയുടെ പ്രസക്തി അനുദിനം വളരുകയാണ്. ഇന്ന് ആധുനിക മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും
മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ ജീവിതശൈലി കാരണം മനുഷ്യരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. ആരോഗ്യമെന്ന രോഗമില്ലാതിരിക്കുക എന്നത് മാത്രമല്ല, ദീർഘനേരം ക്ഷീണമില്ലാതെ ജോലി ചെയ്യാനുള്ള ശേഷി, മനസ്സിൻ്റെ ശാന്തി, തെളിഞ്ഞ ഓർമ്മ, തെളിവുള്ള ബുദ്ധി, ഇതൊക്കെയാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം. ഇവയ്ക്കെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രായോഗിക പദ്ധതിയാണ് യോഗ. യോഗയുടെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുവാൻ അന്താരാഷ്ട്ര യോഗ ദിനം പോലെയുള്ള പരിപാടികൾ തീർച്ചയായും സഹായിക്കും. യോഗ 1-2 മണിക്കൂർ നേരത്തേക്കുള്ള വ്യായാമമുറ മാത്രമല്ല, അത് ധാർമ്മിക മൂല്യങ്ങൾ കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണ്. ലോകജീവിതത്തിൻ്റെ വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരേപോലെ സഹായമാണ് യോഗ. ഏത് ആധ്യാത്മിക മാർഗമായാലും അവയ്ക്കെല്ലാം യോഗ സഹായകമാണ്. ഏത് ദേശത്തായാലും മനുഷ്യപ്രകൃതിക്ക് കാര്യമായ വ്യത്യാസമില്ലാത്തതിനാൽ ജാതി മത വ്യത്യാസമില്ലാതെ ഏവർക്കും യോഗ സ്വീകരിക്കാവുന്നതാണ്. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനുഷ്യരാശിക്ക് നൽകിയ ഈ അമൂല്യ സമ്പത്ത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. കൊല്ലം അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ യോഗാ പരിശീലനവും ദിനാചരണവും നടന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിലായിരുന്നു അമൃതപുരി ആശ്രമത്തിലെ യോഗാ ദിനാചരണം. പുരാതന ഭാരതത്തിലെ ഋഷിമാരിൽ നിന്നും ലോകത്തിന് ലഭിച്ച അമൂല്യ വരദാനമാണ് യോഗ എന്ന ആശയത്തിൽ ഊന്നിയായിരുന്നു അമൃതപുരിയിലെ യോഗാ ദിനാചരണം. ഇന്ന് ആധുനിക മരുന്നുകളും ചികിത്സാ സൗകര്യങ്ങളും മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ ജീവിതശൈലി കാരണം മനുഷ്യരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. ആരോഗ്യമെന്നാൽ രോഗം ഇല്ലാതിരിക്കുക എന്നത് മാത്രമല്ല, ദീർഘനേരം ക്ഷീണമില്ലാതെ ജോലി ചെയ്യാനുള്ള ശേഷി, മനസ്സിന്റെ ശാന്തി, തെളിഞ്ഞ ഓർമ്മ, തെളിവുള്ള ബുദ്ധി, ഇതൊക്കെയാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. ഇവയ്ക്കെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രായോഗിക പദ്ധതിയാണ് യോഗ. ഭാരതത്തിന്റെ ഈ അമൂല്യ സമ്പത്തിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടിലൂടെയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ അമൃതപുരിയിലെ യോഗാ ദിനാചരണം നടന്നത്. ധാർമ്മിക മൂല്യങ്ങൾക്ക് കൂടി സ്ഥാനമുള്ള സമഗ്ര സാധനയാണ് യോഗയെന്ന് അമ്മ മക്കളെ ഓർമ്മിപ്പിച്ചു. ആശ്രമത്തിലെ പ്രാർത്ഥനാ ഹാളിൽ നടന്ന യോഗാ പരിശീലനത്തിൽ അമൃതപുരിയിലെ സുരക്ഷാ ചുമതലയിലുള്ള CRPF, പോലീസ് ഉദ്യോഗസ്ഥർ, ആശ്രമത്തിലെ അന്തേവാസികൾ എന്നിവർ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗ പരിശീലന പരിപാടിയിൽ അമൃതയോഗ കോർഡിനേറ്റർ ബ്രഹ്മചാരിണി ശോഭന യോഗാസനങ്ങൾ പരിശീലിപ്പിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. മാതാ അമൃതാനന്ദമയി മഠം, അമൃത വിദ്യാലയം, അയുത് എറണാകുളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. വ്യായാമമല്ല ജീവിത രീതിയാണ് യോഗ എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS പറഞ്ഞു. യോഗാദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതാ അമൃതാനന്ദമയി മഠം, അമൃത വിദ്യാലയം, അയുത് എറണാകുളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൊച്ചിയിൽ യോഗാദിന പരിപാടികൾ നടത്തിയത്. മനസ്സിനെ നിയന്ത്രിക്കുകയാണ് യോഗയുടെ അടിസ്ഥാന തത്വമെന്നും മനസ്സ് ശരിയാകുമ്പോൾ ജീവിതം ശരിയാകുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS പറഞ്ഞു. യോഗ എന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്ക് ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് ശരിയായ ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതാണ്. ലൈഫ് സ്റ്റൈൽ, അപ്പോൾ യോഗ ആണ് ശരിയായ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ പോകുന്നുണ്ടോ അതെല്ലാം പഠിക്കാൻ വേണ്ടി ഒരു പ്രൈം ഫണ്ടമെൻ്റൽ ഫൗണ്ടേഷണൽ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഈ യോഗ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അയുത് അംഗം അശ്വിനി മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം വായിച്ചു. സ്വാമി അനഘാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരതത്തിന്റെ മഹനീയ സമ്പത്താണ് യോഗ. അത് ലോകത്തിന് നൽകാൻ സാധിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് സ്വാമി പറഞ്ഞു. നമ്മുടെ ഋഷിമാർ നമുക്ക് പകർന്നു നൽകിയ ആ അറിവിന്, സമ്പത്തിന് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഓരോ ഭാരതീയനും വാസ്തവത്തിൽ അഭിമാനിക്കാവുന്നതാണ്. ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യധികം പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗയിലൂടെ മനസ്സിനെയും ശരീരത്തിനെയും യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി ചടങ്ങിൽ ആശംസകൾ നേർന്നു.
അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ വിവിധ യോഗാസനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൃത്തം അവതരിപ്പിച്ചു. തുടർന്ന് യോഗ പ്രദർശനം നടത്തി. അമൃത ന്യൂസ്, കൊച്ചി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണം നടന്നു. സന്യാസി ശ്രേഷ്ഠരും യോഗ ട്രെയിനർമാരും യോഗ പരിശീലനം നൽകി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിൽ യോഗ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് യോഗയെന്നും ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും സ്വാമി പറഞ്ഞു. സത്യത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ ഒരു ദർശനമാണ്, കലയാണ്, ശാസ്ത്രമാണ്. യോഗ ട്രെയിനർ വിപിന കെ ക്ലാസിന് നേതൃത്വം നൽകി. കോട്ടയം പാല മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന യോഗാ ദിനാചരണം ബ്രഹ്മചാരി യതീശ്വരാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. അമൃത യോഗ പരിശീലകരായ സുജാത MV, ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ യോഗാ പ്രദർശനവും നടന്നു. ബാലസംസ്കൃതി അംഗങ്ങളായ കുട്ടികളും രക്ഷിതാക്കളും അടക്കം 50ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. മലപ്പുറം എടപ്പാൾ കുറ്റിപ്പാല ആശ്രമത്തിലും യോഗാ പരിശീലനവും പ്രദർശനവും സംഘടിപ്പിച്ചു. യോഗാ ആചാര്യർ ശ്രീജേഷ് പള്ളിപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ മുഖ്യപ്രഭാഷണം നടത്തി. അയുധ് തിരുവല്ലയും തിരുവല്ല അമൃത വിദ്യാലയവും സംയുക്തമായാണ് തിരുവല്ല മഠത്തിൽ യോഗാ ദിനം ആചരിച്ചത്. യോഗാ പ്രദർശനം റിട്ടയർഡ് കമാൻഡന്റ് രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്വാമിനി ഭവ്യാമൃതപ്രാണ, അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി ശാന്തിതാമൃത ചൈതന്യ, ലതിക ജ്യോതിസ്, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അയുധ് പ്രവർത്തകരും അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും ചേർന്ന് യോഗാ പ്രദർശനം നടത്തി. പന്തളം അമൃത വിദ്യാലയത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ജോയിന്റ് ഡയറക്ടറും പ്രകൃതി ചികിത്സാ വിദഗ്ധനുമായ ഡോക്ടർ സജീവ് പഞ്ചകൈലാസി യോഗാദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിത്യജീവിതത്തിൽ യോഗയുടെ സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി അഭിവന്ദ്യാമൃത ചൈതന്യ, സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ ജയശ്രീ ശരത് എന്നിവർ സംസാരിച്ചു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾ യോഗാ പരിശീലനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് അമൃത വിദ്യാലയത്തിലും യോഗാ ദിനം ആചരിച്ചു. സജീവൻ കല്യാലത്തിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി യോഗാ ക്ലാസ് സംഘടിപ്പിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. കൊച്ചിയിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ യോഗാ ദിനാചരണത്തിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനിലും പങ്കെടുത്ത നടൻ മോഹൻലാൽ യോഗാ ദിനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ലഹരി വിരുദ്ധ കേരളമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. യുവത്വത്തിന്റെ ഉണർവിനെ കെടുത്താനും അതുവഴി അവരുടെ ഭാവിയും കുടുംബത്തിന്റെ സ്വസ്ഥതയും തകർക്കാൻ മയക്കുമരുന്ന് എന്ന മഹാവിപത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. മേജർ രവി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിച്ച യോഗാ ദിന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തു. യോഗ ആചാരമല്ല, നിഷ്ഠയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ബോൾഗാട്ടി പാലസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 200ഓളം പേരാണ് പങ്കെടുത്തത്. എല്ലാവർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. 11ാം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിൽ ഇന്ത്യൻ എംബസി മെഗാ യോഗ സെഷൻ സംഘടിപ്പിച്ചു. സാൽമിയയിലെ ബുലവാർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പരിപാടി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷൻസ്, ആയുഷ് മന്ത്രാലയം, ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യമായി പൊതുവേദിയിൽ സംഘടിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന് കുവൈറ്റിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സൗക്യ നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. We thank the government of Kuwait for giving us the permission to organize on a large scale. We were honored to have 2 Padma Shris join us for the yoga event. It shows the growing popularity of yoga in Kuwait. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ഡയറക്ടർ ജനറൽ ഹുസൈൻ അൽ മുസല്ലം യോഗ ഒരു അംഗീകൃത കായിക ഇനമാണെന്ന് പറഞ്ഞു. പരിപാടിയിൽ പത്മശ്രീ ആചാര്യ HR നാഗേന്ദ്ര, കുവൈറ്റിൽ യോഗ പ്രചരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രാജകുടുംബാംഗവും പത്മശ്രീ ബഹുമതിയുമുള്ള ഷെയ്ഖ AJ അൽ സബ എന്നിവർ സന്നിഹിതരായിരുന്നു. An amazing event. Congratulations to the Indian Embassy. Dr. Adar Swaika, His Excellency, has done an exemplary job. Yoga is the way, and yoga is the science of holistic living, to raise ourselves from our normal level to become great, super, divine human beings. വിദേശ നയതന്ത്രജ്ഞർ, സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുമുള്ള 1500ഓളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ യോഗ പരിശീലനം നടത്തുന്ന സംഘടനാ പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായിരുന്നു. ഇന്ന് നടന്ന പരിപാടിയിൽ സാരഥി കുവൈത്തിൻ്റെ 75ഓളം അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നല്ല വർഷങ്ങളായി സാരഥി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതാണ്. Amma Kuwait got a stall here on the occasion of International Day of Yoga celebration. Amma has given us 2 priceless products of integrated Amrita meditation and Amrita Yoga.
We are really happy to be here. ഇവിടെ അമൃത യോഗയും ഇൻ്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ടെക്നിക്കും അമ്മ കുവൈറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് അമ്മ കുവൈറ്റിനെ കോൺടാക്ട് ചെയ്യാം. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികൾ ഷാർജയിൽ നടന്നു. ദുബായ് ഉൾപ്പെടെ വടക്കൻ എമിറേറ്റുകളിൽ നിന്നുമായി 6000-ലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഷാർജയിൽ യോഗാ ദിനാചരണ പരിപാടികൾ നടന്നത്. പ്രവാസി സംഘടനകളായ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ, ഏകത എന്നിവരുമായി സഹകരിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത്. 6000-ലേറെ പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. UAE-യിലെ വിവിധ യോഗ പരിശീലന സ്ഥാപനങ്ങളും യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തവും ഇത്തവണ ഷാർജയിലെ യോഗാ ദിനാചരണ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഓരോ വർഷവും യോഗാ ദിനത്തിൽ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്നത് യോഗ പദ്ധതികളോടുള്ള ജനങ്ങളുടെ താല്പര്യമാണ് കാണിക്കുന്നതെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. We are expecting about 5,000 people. This is 11th year of International Day of Yoga. Every year the popularity is increasing around the world. I am told that last year we had about 245 million people participating throughout the world. But this year it should be much bigger. Look at the turnout in Sharjah. Amrita News, Sharjah. കുവൈറ്റിലെ ആണവവും റേഡിയേഷൻ അടിയന്തരാവസ്ഥകളും നേരിടുന്നതിനാവശ്യമായ എല്ലാ ശാസ്ത്രീയ സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കിയതായി കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഫൈസൽ അൽ ഹുമൈദാൻ അറിയിച്ചു. ദേശസുരക്ഷയും പൊതുജനാരോഗ്യവും പരിപാലിക്കുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും തങ്ങളുടെ വിദഗ്ധതയും കഴിവുകളും രാജ്യത്തിനായി സമർപ്പിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ വാഹനം ഓഫാക്കാതെ ഡോർ തുറന്നിട്ട് പുറത്തു പോകുന്നത് സൗദി ഗതാഗത നിയമലംഘനമാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ഇതിന് 100 റിയാൽ മുതൽ 150 റിയാൽ വരെ പിഴ ലഭിക്കും. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്നതിന് മുമ്പായി എഞ്ചിൻ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തണമെന്നും സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ബേബി നിലാംബ്രയെ 4ാം തവണയും തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി നിസാം അമ്പാടിനെയും തെരഞ്ഞെടുത്തു. അൻവർ വല്ലാഞ്ചുറയാണ് ട്രഷറർ. സലീം എരഞ്ഞിക്കൽ, സലാം അമൂദി, അയ്യൂബ് മുസ്ലിയാരകത്ത്, ഷെഫീഖ് പട്ടാമ്പി തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. മുഖ്യ രക്ഷാധികാരിയായി നാസർ ശാന്തപുരമാണ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.